ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 31/7/1993 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. 1:35 AM ജനന സമയം. മൂലമാണ് നക്ഷത്രം, മൂലം 4-ാം പാദം. ഇടവം ലഗ്നം. ലഗ്നത്തിൽ കേതു, ഗുളികൻ. 2-ൽ ബുധൻ, ശുക്രൻ. 3-ൽ സൂര്യൻ. 4-ൽ കുജൻ അഥവാ ചൊവ്വ. 5-ൽ വ്യാഴം. 6:0-7-ൽ രാഹു. 8-ൽ ചന്ദ്രൻ. 9:0-10-ൽ ശനി. 11-12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഇദ്ദേഹത്തെ ഒരു 3 വർഷത്തിൽ കൂടുതലായിട്ട് എനിക്കറിയാം. അദ്ദേഹം എന്നെ ആദ്യം വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് സർക്കാർ ജോലി ലഭിക്കുമോ, എന്നത്തേക്ക് ലഭിക്കും, അതിനുള്ള ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതായിരുന്നു ആവശ്യം. ആദ്യമേ തന്നെ പറയട്ടെ, ഇദ്ദേഹത്തിന് സർക്കാർ ജോലി 100% ലഭിക്കും. പക്ഷേ സമാന പ്രായക്കാരെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അല്പം വൈകിയും കാലതാമസമെടുത്തും ഇഴഞ്ഞും ഒക്കെ ആയിരിക്കും ഇദ്ദേഹത്തിന് ആ നേട്ടം, ആ ഭാഗ്യത്തെ സ്വന്തമാക്കാൻ കഴിയുക. അതിന് വ്യക്തമായതും കൃത്യമായതുമായ ചില കാരണങ്ങൾ ഈ ഗ്രഹനിലയിലുണ്ട്. 1, ഇടവലഗ്നം. ലഗ്നത്തിൽ കേതു, ഗുളികൻ. അത്തരക്കാർക്ക് ഉയർച്ച അല്ലെങ്കിൽ നേട്ടം എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് അല്പം കാലതാമസം ഒരുപാട് ആളുകൾക്ക് അങ്ങനെ കണ്ടുവരുന്നുണ്ട്. വ്യക്തി സംബന്ധമായിട്ടുള്ള ഉയർച്ച, നേട്ടം, ഭാഗ്യം എന്ന് പറയുന്നതിനൊക്കെ ഒരല്പം കാലതാമസം വന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 10-ാം ഭാവം, അതായത് തൊഴിലിൻ്റെ സ്ഥാനം, 10-ൽ ശനി. ശശമഹായോഗത്തോടു കൂടി ശനി നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷേ ശനിയുടെ സ്വഭാവം മന്ദൻ എന്ന് വിളിപ്പേരിൽ അറിയപ്പെടുന്ന ശനിയുടെ ഒരു സ്വഭാവമാണ് പതുക്കെ സഞ്ചരിക്കുക. പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം കൂടിയാണ് ശനി. ആയതിനാൽ തന്നെ ഇദ്ദേഹത്തിന് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അല്പം കാലതാമസം അല്ലെങ്കിൽ വൈകുക എന്ന് പറയുന്ന പ്രക്രിയ അവിടെ കൃത്യമായി നടന്നിരിക്കും. അത് നടന്നിട്ടുണ്ട്. 93 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഏതാണ്ട് ഒരു 32 വയസ്സിനടുത്ത് പ്രായം ആകുന്നു. 2025 ജൂലൈ ആകുമ്പോൾ അദ്ദേഹത്തിന് 32 വയസ്സ് പൂർത്തിയാകും. അപ്പോൾ ഈ ജോലി വൈകുക അല്ലെങ്കിൽ താമസിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആ പ്രക്രിയ ഇവിടെ ശനി കൃത്യമായി ചെയ്യും. പക്ഷേ ജോലി ലഭിക്കും. അത് സർക്കാർ സർവീസിൽ തന്നെ അദ്ദേഹം ശ്രമിച്ചതുകൊണ്ടും സർക്കാർ സർവീസിലുള്ള ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ശനി മോശമാണ് അല്ലെങ്കിൽ ഭീകരനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ല, അങ്ങനെയല്ല. ശനിയെക്കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ, നേട്ടങ്ങൾ കിട്ടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അതിലൊന്നാണിത്. ഇദ്ദേഹത്തിന് ശനി ഗുണങ്ങൾ കൊടുക്കും, നേട്ടങ്ങൾ കൊടുക്കും. പക്ഷേ അല്പം കാലതാമസം വരുത്തും. അത് ശനിയുടെ സഹജമായ സ്വഭാവമാണ്. അതിനെ നേരിടുകയല്ലാതെ മറ്റു പരിഹാരങ്ങളില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഡ്രൈവർ എന്ന് പറയുന്ന ഓപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹത്തിന് ജോലി കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ ചില തടസ്സങ്ങളും ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് ആദ്യം സർക്കാരിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി ആഗ്രഹിച്ചിരുന്നതും അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയതും ടെസ്റ്റുകൾ എഴുതിയതുമെല്ലാം. അത് കിട്ടി. പക്ഷേ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അത് അവിടുന്ന് തട്ടി മാറി മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയുണ്ടായി ഈ അടുത്ത്. അതിനുശേഷം വീണ്ടും അത് തട്ടി മാറി പഴയതിലേക്ക് അദ്ദേഹം ആഗ്രഹിച്ച സ്ഥലത്തേക്ക് വന്നു. പക്ഷേ നിർഭാഗ്യവശാൽ വീണ്ടും അതിപ്പോൾ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആയിട്ടുണ്ട്. അത് ടെക്നിക്കൽ റീസൺസ് കൊണ്ടാണ്, PSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ്. അദ്ദേഹത്തിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ജോലി സംബന്ധമായിട്ടുള്ള വിഷമതകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കാലതാമസം എന്ന് പറയുന്ന പ്രക്രിയയാണ് അവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന പൊതുവായ കാര്യമെന്ന് പറയുന്നത്. തടസ്സം അല്ലെങ്കിൽ കാലതാമസത്തിനുള്ള കാരണങ്ങളാണ് മേൽപ്പറഞ്ഞ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ. അവിടെ കൃത്യമായി സംഭവിക്കുന്നുണ്ട്. അദ്ദേഹം ഏതാണ്ട് 5 വർഷത്തിൽ കൂടുതലായി ഈ ടെസ്റ്റ് എഴുതിയിട്ട്. അതിൽ തന്നെ ലിസ്റ്റിൽ വന്നിട്ട് തന്നെ ഏതാണ്ട് 3 കൊല്ലത്തിൽ കൂടുതലായി. പക്ഷേ ഇന്നും ഈ പറയുന്ന ജോലി അദ്ദേഹത്തിന് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 99.99% അദ്ദേഹത്തിന് കയ്യിൽ ജോലിയുണ്ട്. പക്ഷേ അത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. പക്ഷേ അതിനീ പറയുന്ന ഇഴച്ചിലുകൾ അല്ലെങ്കിൽ കാലതാമസം എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൃത്യമായി അവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് കേതു ദശയിലായിരുന്നു ജനനം. 94 വരെ കേതു, അതിനുശേഷം 2014 വരെ ശുക്രൻ, അതിനുശേഷം 2020 വരെ സൂര്യൻ, അതിനുശേഷം 2030 വരെ ചന്ദ്രൻ. ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള ചന്ദ്രൻ 2020 മുതൽ. അതിനുശേഷം ചന്ദ്രദശയ്ക്ക് ശേഷം കുജദശയാണ് ചൊവ്വ 2036 വരെ. അതിനുശേഷമാണ് രാഹു 2055 വരെ. അതിനുശേഷം ഗുരു വ്യാഴദശ. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ചന്ദ്രദശ
ചന്ദ്രദശയിൽ ശനിയുടെ അപഹാരം 1/4/2024 തൊട്ട് 1/11/2025 വരെ. എന്ന് വെച്ചാൽ വരാൻ പോകുന്ന നവംബർ 1-ാം തീയതി വരെ ഇദ്ദേഹത്തിന് ചന്ദ്രനിൽ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന 10-ാം ഭാവാധിപനായ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ അപഹാരം. ഈ സമയത്ത് ഇദ്ദേഹത്തിന് ജോലി കിട്ടാനോ സ്ഥിരപ്പെടാനോ ഉള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഏതാണ്ട് ഒരു മാസം 1.5 മാസത്തെ കാര്യങ്ങളാണ്. അതായത് ജോലി എല്ലാം ശരിയായി വരുന്നു, പിന്നെ അത് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്നു, വീണ്ടും അത് ശരിയായി വരുന്നു, വീണ്ടും അത് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്നു. ഇപ്പോൾ അദ്ദേഹം യോജിച്ചിടത്തേക്ക് തന്നെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാലും മറ്റ് ചില ചെറിയ തടസ്സങ്ങൾ കൂടെ സാങ്കേതികമായി അതിനെ അദ്ദേഹം നേരിടുന്നുണ്ട്. ചന്ദ്രനിൽ ശനി തീരുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ജോലി കിട്ടും, അത് സ്ഥിരപ്പെടും, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം അല്പം ഫേസ് ചെയ്യേണ്ടതായി വരും. അല്പം മനോവിഷമം, അല്ലെങ്കിൽ അല്പം കാലതാമസം, അല്പം ചെറിയ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഉദ്ദേശിച്ച സമയത്തല്ലല്ലോ എനിക്ക് കിട്ടുന്നതെന്നുള്ള ഒരു നിരാശ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. 100-ൽ 100% അദ്ദേഹത്തിന് സർക്കാർ ജോലി ഉറപ്പാണ്. അത് ഈ ജാതകം വെച്ച് കൃത്യമായി പറയാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഉയർച്ച എന്ന് പറയുന്ന കാര്യത്തിന് ചെറിയ വ്യക്തിഗതമായിട്ടുള്ള ഉയർച്ചയ്ക്ക് അല്പം താമസം അല്ലെങ്കിൽ തടസ്സം എന്ന് പറയുന്നൊരവസ്ഥ ലഗ്നത്തിൽ കേതു, ഗുളികൻ പോലെയുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് കാണുന്നുണ്ട്. അതും ഇവിടെ ബാധകമായിട്ടുള്ള ഒരു കാരണം തന്നെയാണ്. ഇനി അതിനോട് ചേർത്ത് തന്നെ മറ്റൊരു കാര്യം കൂടെ പ്രധാനപ്പെട്ടതായത് പറയേണ്ടതുണ്ട്. ഇദ്ദേഹം ധനസ്ഥാനത്ത്, ബുധൻ്റെ ക്ഷേത്രത്തിൽ ബുധനാണ്, അവിടെ ശുക്രനുണ്ട്. നല്ലതാണ്, വളരെ നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അത്യാവശ്യം നല്ല റീച്ചുള്ള ചാനലാണ്. അത്യാവശ്യം തെറ്റില്ലാത്തൊരു വരുമാനം അദ്ദേഹം മാസത്തിൽ സമ്പാദിക്കുന്നുമുണ്ട് ആ ചാനൽ വഴി. അത് നേരത്തെ തന്നെ ഉള്ളതാണ്. കോവിഡ് സമയം, ആ ഒരു സമയം തൊട്ട് അദ്ദേഹത്തിന് ആ ചാനൽ അദ്ദേഹം റൺ ചെയ്യുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള റിസൾട്ടും അദ്ദേഹത്തിന് കിട്ടുന്നുമുണ്ട് സാമ്പത്തികമായിട്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹം എടുക്കുന്ന സമയത്ത് 1, 2, 3, 4, 5, 6, 7 ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. സൂര്യൻ കർക്കിടകത്തിൽ നിൽക്കുന്നു. 7-ൽ രാഹു നിൽക്കുന്നു. ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ, അതായത് ചിങ്ങത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വരുന്നയാൾക്ക് അല്പസ്വല്പം ദേഷ്യം, മുൻകോപം, വാശി, കടുംപിടുത്തം, ഞാനാണ് ശരി, ഞാൻ പിടിച്ച മുയലിന് 3.5 കൊമ്പുണ്ട് എന്ന് പറയുന്ന ശീലങ്ങളൊക്കെ ഉണ്ടാകാം. അവിടെ രാഹുവുണ്ട്. ആ രാഹു പൊതുവെ പ്രശ്നകാരകനുമാണ്. മാത്രവുമല്ല വിവാഹകാരകനായ ഗ്രഹം ശുക്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. ഈ പറയുന്ന 3 കാരണങ്ങൾ കൊണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധ ഇദ്ദേഹം എടുക്കേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം വിവാഹം മൂലം നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെ, കാര്യങ്ങളെ ഇദ്ദേഹം അഭിമുഖീകരിക്കേണ്ടതായി വരാനുള്ള സാഹചര്യം ഈ ഗ്രഹനില വെച്ച് വളരെ കൂടുതലാണ്. അത് ഞാൻ അദ്ദേഹത്തോട് എപ്പോഴും പറയാറുണ്ട്. ചാടി കയറിയുള്ള വിവാഹത്തിലേക്ക് നീങ്ങരുത്. നല്ലോണം ആലോചിച്ചും കണ്ടും സംസാരിച്ചും താനുമായി ചേർന്ന് പോകുന്നതാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വേണം ഇദ്ദേഹത്തിന് വിവാഹം എന്ന് പറയുന്നൊരു പ്രക്രിയയിലേക്ക് കടക്കാനായിട്ട്. അല്ലാത്ത പക്ഷം 100% ഇദ്ദേഹത്തിന് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ദശകളൊക്കെ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന മോശം അപഹാരങ്ങൾ, കേതുവിൻ്റെ അപഹാരം അല്ലെങ്കിൽ രാഹുവിൻ്റെ അപഹാരം എന്നൊക്കെ പറയുന്ന അവസ്ഥകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിവാഹം നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കുക. അത്തരം അപഹാരങ്ങളൊക്കെ മാറ്റി നിർത്തി നല്ലൊരു ദശാപഹാരം വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇപ്പോൾ ജോലി ഏതാണ്ട് 99% ഇദ്ദേഹത്തിന് കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി എപ്പോൾ വേണമെങ്കിലും വിവാഹം കഴിക്കാം. അതിൽ പറയുന്ന ശനിയുടെയൊക്കെ ഒരു അപഹാരം ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ബുധൻ്റെയൊക്കെ അപഹാരം അദ്ദേഹത്തിന് വരുന്നുണ്ട്. ശുക്രനോടൊപ്പം നിൽക്കുന്ന ബുധനാണ്. അവിടെ ഗുളികൻ്റെ ഒരു ദൃഷ്ടി എവിടേക്കുണ്ട് എന്ന നെഗറ്റീവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഗുണം തന്നെയാണ് അതുകൊണ്ട്. അപ്പോൾ അത്തരം സമയങ്ങളിലേക്കൊക്കെ വിവാഹം ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ചിന്തിക്കുന്ന സമയത്ത് നല്ലപോലെ ആലോചിച്ചും എടുത്തുചാട്ടം ഒഴിവാക്കിയും ആ കാണുന്ന, അതായത് പങ്കാളി എന്ന് പറയുന്ന ആൾ തനിക്ക് 100% യോജ്യമാണ്, അദ്ദേഹത്തിനും വരുന്ന ആൾക്കും ഇദ്ദേഹം യോജ്യമാണ് എന്നുള്ള ഒരു ചിന്ത രണ്ടുപേർക്കും വരുന്ന ഒരു സംസാരങ്ങളിലൂടെ അറിയാൻ സാധിക്കുമല്ലോ. അത്തരം കാര്യങ്ങൾ ചെയ്തു വേണം ഇദ്ദേഹം വിവാഹം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പോകാനായിട്ട്. അല്ലാത്ത പക്ഷം മേൽപ്പറഞ്ഞിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലഗ്നാധിപൻ ശുക്രനാണ്, വിവാഹകാരകൻ കൂടാണ്. ആ ലഗ്നത്തിൽ തന്നെയാണ് കേതു നിൽക്കുന്നത്, അതുപോലെ തന്നെ ഗുളികൻ നിൽക്കുന്നത്. വിവാഹകാരകനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. 2-ലേക്കും 12-ലേക്കും ഗുളികൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നവാംശത്തിലും ശുക്രനോടൊപ്പം രാഹുവുണ്ട്. അവിടെ സൂര്യനുണ്ട്, ശനിയുണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ അവിടെ രാഹു എന്ന് പറയുന്നത് ശുക്രനോടൊപ്പം നവാംശത്തിൽ നിൽക്കുന്നു. ഗ്രഹനിലയിൽ ശുക്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു. വ്യക്തി
ലഗ്നാധിപൻ ശുക്രനുമാവുന്നു. ഈ പറഞ്ഞതെല്ലാം വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് 7-ൽ രാഹു വരുന്നു. 7-ാം ഭാവാധിപൻ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഈ പറഞ്ഞതെല്ലാം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരവസ്ഥാവിശേഷം ഇദ്ദേഹത്തിന് ഉണ്ടാക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ച് അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുക. ഇദ്ദേഹത്തിന് ജോലി എന്തായാലും ലഭിക്കും. സർക്കാർ ജോലി പല ആളുകളും വിളിക്കാറുണ്ട്, സർക്കാർ ജോലി ലഭിക്കുമോ എന്നൊക്കെ പറഞ്ഞു. ഇത് വെച്ച് സർക്കാർ ജോലി ലഭിക്കും. പക്ഷേ മേൽ പറഞ്ഞിട്ടുള്ള തടസ്സം, കാലതാമസം, അല്പം വിഷമതകൾ, ബുദ്ധിമുട്ടുകൾ, അലച്ചിലുകൾ ഒരുപാട് തവണ ഇദ്ദേഹത്തിന് യാത്രകൾ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് ഈ ജോലി സംബന്ധമായിട്ട്. അത് എന്നത്തേക്കാവും, എന്ന് ലഭിക്കും, എന്ന് അദ്ദേഹത്തിന് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ അന്വേഷിച്ച്. അത് ഇത് സമയം കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് സർക്കാർ ജോലി ലഭിക്കും. അത് 99% അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുമുണ്ട്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. കൺസൾട്ടിങ് ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.